നമസ്കാരം. സ്വന്തം വലിപ്പം അറിയാൻ പോലും സാധിക്കാത്ത ഒരു കൂട്ടരായി കോൺഗ്രസ് അധംപതിച്ചിരിക്കുന്നു. കാലാകാലങ്ങളായി ഇതുതന്നെയാണ് അവസ്ഥ. ബി.ജെ.പിയെ കേവല ഭൂരിപക്ഷമില്ലാത്ത പാർട്ടിയാക്കി ഇത്തവണ മാറ്റിയ കോൺഗ്രസിന് പക്ഷേ ബി.ജെ.പിയുടെ മുന്നിൽ കയറിക്കളിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും എല്ലാം കളഞ്ഞു കുളിക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിലടക്കം കണ്ടത്. നേരെ ചൊവ്വേ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് പോലും തയ്യാറാക്കാൻ അറിയില്ല എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ തന്നെ പരസ്യമായി കോൺഗ്രസിനെ കളിയാക്കിയിട്ടും ഒരു കുലുക്കവുമില്ല. അതിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ പേര് വരെ തെറ്റിച്ചാണ് കോൺഗ്രസിലെ ഭാഷാ വിദഗ്ധർ എഴുതിപ്പിടിപ്പിച്ചത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനും ജനാധിപത്യവും ഭരണഘടനയും തകർക്കാനും ബി.ജെ.പി. ആർ.എസ്.എസ്. സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയപ്പോഴാണ് അതിനെതിരായി ഇന്ത്യ കൂട്ടായ്മ രൂപം കൊണ്ടത്. പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ആശയഭിന്നതകൾക്കും അതീതമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അണിനിരക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധ കവചം തീർക്കുകയും ചെയ്തു. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിലും ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പ്രധാന പങ്കുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പലപ്പോഴും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യ കൂട്ടായ്മയിൽ അസ്ഥിരത സൃഷ്ടിക്കുകയാണ്. ദീർഘകാലം രാജ്യം അടക്കിവാണ കോൺഗ്രസിന് ഇപ്പോൾ 3 സംസ്ഥാനത്ത് മാത്രമാണ് ഭരണം. അധികാരം നഷ്ടമാകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന വിഭ്രാന്തി കുപ്രസിദ്ധമാണ്. പല സംസ്ഥാനങ്ങളിലും ഇനിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി കോൺഗ്രസിന്റെ ചെയ്തികളുടെ ഫലം തുടരുന്നു. ഡൽഹിയിൽ എ.പി. സർക്കാരിനെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത്. പല സംസ്ഥാനങ്ങളിലും ഇനിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി കോൺഗ്രസിന്റെ ചെയ്തികളുടെ ഫലം തുടരുന്നു. ഡൽഹിയിൽ എ.എ.പിക്കെതിരായി പ്രയോഗിക്കാൻ ആയുധങ്ങൾ നൽകുകയാണ് കോൺഗ്രസ്. ഏതാനും ദിവസം മുമ്പ് കേജ്രിവാളിനെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ രാജ്യദ്രോഹി എന്ന് ആക്ഷേപിച്ചിരുന്നു. മാക്കനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എ.എ.പി. പ്രതികരിച്ചത്. നേരത്തെ ഡൽഹി സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയാണ് കേജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വിഷയം എത്തിച്ചത്. ഇതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ.എ.പിയും തമ്മിൽ ഡൽഹിയിലടക്കം സീറ്റ് ധാരണയിൽ എത്തിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ് സ്വന്തം പരിമിതികൾ തിരിച്ചറിയുന്നില്ല. വണ്ടേ നീ തുലയുന്നു പണ്ടേ വീണ ഈ വിളക്കും നീ കെടുക്കുന്നിതേ എന്ന് കവി പാടിയ പോലെയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.